നാരായണ 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 All Kerala knockout cricket tournament for the National Sports Club Everrolling Shield will be held here from ഇന്നലെ ആരാണ് മോനെ നിയമസഭയിൽ ഉറച്ചു കൂവിയത്? ഫ്ലെച്ചർ ഇത്തവണ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ. ഓടാടുന്നു രാവിലെ അവന് പറയാൻ കണ്ടൊരു വാർത്ത. ഏതെണ്ണം കെട്ടവനെ അമ്മ എന്നെ കണി കണ്ടത്? നിന്നെ തന്നെ. നാരായണ 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 നാരായണ. അമ്മ ഈ ശാന്തിക്കാരനെ കാണാറുണ്ട്? ഓ കാണാറുണ്ടല്ലോ. നാരായണ 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 നാരായണ. മോനെ ജോസൂട്ടി എഴുന്നേൽക്ക്. എഴുന്നേക്കടാ കഴുത്. എഴുന്നേൽക്ക്. അങ്ങോട്ട് വെച്ചത് ഫൽഗുണ. നിനക്ക് എവിടെയെങ്കിലും വേദനിക്കാത്ത ദിവസങ്ങളുണ്ടോ? ഒരു ദിവസം കാല്, ഒരു ദിവസം കയ്യ്. എനിക്കിടാ. ഇന്നലെ ഉറക്കം തീരെ ശരിയായില്ല. 10 മണിക്ക് ഞാൻ നിന്റെ കൂർക്കം കേട്ടതാണല്ലോ കള്ള. ഈ ശബ്ദം കേട്ടാലൊക്കെ ഉറങ്ങാൻ പറ്റുന്നത്? അവൻ ഇപ്പോഴല്ലേ ചാട്ടം തുടങ്ങിയത്. പിന്നെ എങ്ങനെയാ നീ നേരത്തെ ശബ്ദം കേൾക്കുന്നത്? അപ്പൊ നേരത്തെ കേട്ടതോ? അത് നിന്റെ കൂർക്കം വലിയായിരിക്കും. ആ കിടന്നോ. ഇന്ന് CC കിട്ടേണ്ട ദിവസമാണ്. രാവിലെ തന്നെ ബാങ്കിൽ പോണം.
എടാ മതി, നിർത്തിട്ട് പോയി കുളിക്ക്. നേരെ ഒരുപാടായി. Good morning. Good morning. Hi. അട്ടങ്ങിരിക്കവിടെ. നല്ല കുട്ടിയല്ലേ? ആ. ആണ്. ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. അച്ഛൻ, പിതാവ്. അയ്യോ സോറി, ഇപ്പൊ എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ടാ. ചേടാ, ഇത് വല്ലാത്ത ഗതികേടായിപ്പോയല്ലോ. അതേ, നേരത്തെ പോലെ ഇപ്പോഴൊന്ന് വന്നു. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ പൊത്തിപ്പിടിച്ചത്. ഇഷ്ടമില്ലെങ്കിൽ നമ്മളിപ്പോഴിങ്ങനെ സംസാരിക്കൂ? അത് പറ. ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ. അത് പറ്റില്ല. മറുപടി പറയൂ. ആ, അങ്ങനെ വഴിയേ വാ. ആ പിന്നെ, ഹലോ ഹലോ, പിന്നെയും പിണങ്ങിക്കാണും. ഹലോ. ഹലോ ഹലോ,
ഒന്ന് രണ്ട് കക്ഷികളും ബലരാമൻ ചേട്ടനും വന്നിട്ടുണ്ട്. പോയി നുണ പഠിപ്പിക്കേ. ആ, കോടതിയിൽ ഇത് എന്റെ ദിവസമാണ്. ആര്യെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന ഒരു ചുംബന്റെ കേസാ. എതിർകക്ഷിയെ കുടഞ്ഞ് അവനെ കൊണ്ട് ഞാൻ കോടതി ചെലവ് കൊടുപ്പിക്കും. മജിസ്ട്രേറ്റും വക്കീലും കൂടിയുള്ള കളിയല്ലേ? പിന്നെ നരപിഴുത് തന്നതിന്റെ കാശ് കിട്ടാനുണ്ട്. ഇന്ന് കിട്ടണം. ആ, ഞാൻ ഇന്ന് വരാൻ വൈകും. എന്നുവെച്ച് സന്ധ്യ കഴിയില്ല. വേണ്ട, ഇന്നിത് മതി. മനു ഇന്ന് പിണങ്ങിയെന്നാ തോന്നുന്നത്. കക്ഷി ഒരു പാവത്താനാ. വളരെ സൂക്ഷിച്ച ഓരോന്ന് പറയാനാവും. അല്ലെങ്കിൽ അയാൾ ഓരോന്നിനും വിചാരിക്കാത്ത അർത്ഥം എടുക്കും. എന്ത് ചെയ്യാനാ, സഹിക്കാന്നെ. മോളെ, നീ ഇന്നും ലേറ്റ് ആകും. ഇപ്പൊ ഇറങ്ങാച്ചാ. അവിടെ ഓരോരുത്തർ വരുന്നതേ ഉച്ച നേരത്തിനാ. അച്ഛന്റെ ഷർട്ട് മഹാബോറ്. ഒന്ന് മാറ്റിച്ചാ. നീ എന്റെ കൂടെ ലേറ്റ് ആക്കാനാണോ? അല്പം സുന്ദരനായിട്ടൊക്കെ നടന്നാലേ അച്ഛനെ തന്നെ കൊള്ളാം. പാപ്പാ, മഹാബോറ്. വെറുതെ എന്റെ ചായ നഷ്ടപ്പെടുത്തുന്നു. ആ, എനിക്കും അങ്ങനെ തോന്നുന്നു. ആനി വരുന്നില്ലേ? ഇല്ല. എന്താ അനി ഇത്? പേപ്പർ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ? വെറുതെ ഒരു കമന്റ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അനന്തുവിന്റെ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമാണെന്ന് സുനന്ദയ്ക്ക് അറിയില്ലേ? എങ്കിലും ഞാൻ മറ്റൊന്ന് പറഞ്ഞു. ഈ സെന്റിമെന്റ്സ് ഒക്കെ ഇനിയും കളയാറായില്ലേ? കഷ്ടം. വാ പോവാം. ഞാൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ. സുനന്ദ പോയിക്കോ. ആഹാ, സാറിന്ന് ക്യാൻറ്റീനിൽ പോകുന്നില്ലേ? താനും നിന്റെ മൂഡ് ഓഫ് ആക്കി. ഐ എം സോറി ആനി. ആനി, മണ്ണാങ്കട്ട. ഇയാളെന്തെങ്കിലും കഴിച്ചോ? എവിടുന്ന്? വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ അയ്യയ്യ വരവമ്പിളി പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. ചൊപ്പുകൾ മേലെ ചാർത്തി അരമണി കെട്ടിയ വെള്ള പാവാട. പുറവടി വപ്പടി മൂടിക്കിടക്കും കൊമ്പൻ കാർകുഴൽ മുട്ടോളം. അയ്യയ്യ അയ്യയ്യ വരവമ്പിളി പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പിണച്ചമ്മണിക്കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം. അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും. ഞാൻ കുറച്ച് വട വാങ്ങി. എല്ലാവർക്കും കഴിക്കാം. നല്ല മോള്. കുറെ നടത്ത ലാഭിച്ചു. അതെന്താ സുനന്ദ ചോറ് കൊണ്ടുവന്നില്ലേ? ഞാൻ ചോറ് കൊണ്ടുവന്നു. എല്ലാരും കൂടി തീർത്തു. ഇവിടെ ഫാഷൻ കാരണം അതൊന്നും എടുക്കാറില്ല. വലിയ വീട്ടിലെ പെണ്ണല്ലേ, വിശപ്പ് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിത് വാങ്ങി. അതൊന്നും അല്ല കേട്ടോ. രാവിലെ കെട്ടിപ്പൊഞ്ഞെടുക്കുമ്പം ചോറ് തിന്നാൻ എവിടെ വരുന്നെന്ന് തോന്നിപ്പോവും.
പിന്നെ മോള് കൂടെ കൂടെ ഇങ്ങോട്ടല്ലേ ഞാൻ അടിച്ചു തരാം. റെഡി റെഡി ആണ്ട പോയി. ബ്യൂട്ടിഫുൾ ഷോട്ട്. മോള് വരാൻ കുറെ സമയമാവും. ഞങ്ങള് പോട്ടോ വെച്ചാനെ എവിടെയെങ്കിലും പോയി തരാം. ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ, സീ യു. നിനക്ക് നേരത്തെ പോണോന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ മാനേജ് ചെയ്തത്. ഐ ഓൾവേസ് ആക്ട് ഇൻ റിയൽ ടൈം. ബാസ്കറ്റ്ബോൾ കോർട്ടിലോട്ട് പോ. അവിടെ എന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ബ്യൂട്ടിഫുൾ ബ്രസ്റ്റ് വുമൺ. അവളെ കാണാൻ തന്റെ സഹായം കൂടി എനിക്ക് വേണം. ഹലോ രഞ്ജിനി. You seems to be very tired, huh? No. Meet Mr. Manu. He's a newcomer in our team. Oh, those girls are playing pretty well. Lovely. Thanks for nice meeting. See you. Well, Ranjini, he is... അവനൊരു വമ്പത്തിയാ, താൻ കണ്ടോ? എന്താ കണ്ടാലും തനിക്ക് മനസ്സിലാകില്ല. താൻ ജീവിതത്തിൽ ഒരു കൊന്ന പെണ്ണിനെ അല്ലാതെ വേറെ ഒരുത്തിയും കണ്ടിട്ടില്ല ഇതുവരെ. ദാരിദ്ര്യം. ഓരോരുത്തരുടെ വിധി, അല്ലാതെ എന്ത് പറയാ. ഹലോ ജയന്തി, കളി കഴിഞ്ഞോ? നമുക്കിന്ന് വേറെ ഒരിടത്ത് കുളിക്കാം. ഐ വോണ്ട് ഫ്രഷ്നെസ്. എന്താന്ന് പറ. റീത്ത ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ഇത് എത്ര എണ്ണമാണ്? ഇന്ന് ഞാൻ അങ്ങോട്ടില്ല. ആനി എന്നെ കാത്തിരിക്കായിരിക്കും. ആനി കാത്തിരിക്കും. 1-2 അവന്മാരെങ്കിലും കൂടെ കാണും, അറ്റ്ലീസ്റ്റ് 1. അവരെങ്കിലും വെടി പറഞ്ഞിരുന്നോട്ടെ. പോവാം. അതെന്താ? താൻ വരുമ്പോഴൊക്കെ തനിക്ക് എന്നെ ബില്ല് പേ ചെയ്യണമെന്നുണ്ട് എത്ര നിർബന്ധം? ഇന്ന് ഷെയർ ചെയ്തേ പറ്റൂ. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. നടക്കില്ല. എമൗണ്ട് എത്രയെന്ന് പറ, എന്റെ കാശ് ഞാൻ കൊടുക്കും. താനും പേ ചെയ്യണം കേട്ടോ. കാശില്ല. എന്റെ മോളെ നേരത്തെ കയറിയതാ. ഒന്ന് നിൽക്കണേ, കണക്കൊന്ന് സെറ്റിലാക്കിക്കോട്ടെ. വലിയ ക്ഷീണമായിപ്പോ ഇല്ലേ? നമുക്കറിയാം. ശരി, ഞാനിപ്പോ വരുന്നില്ല. ഓ, കക്ഷി വരാനുണ്ടല്ലേ? എന്നാൽ ഇവിടെ ഇരുന്നു, ഞങ്ങൾ ഇറങ്ങാം. അനന്തമെങ്കിലും ഇരിക്കെ, നമുക്കെന്തെങ്കിലും ഡയലോഗ് ഫിറ്റ് ചെയ്യാം. വിഷയമില്ലെങ്കിലേ ഞാനൊന്ന് പറയാം. വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ശരി. ഇതിലൊരു അക്ഷരം എനിക്ക് പിടികിട്ടുന്നില്ല. അത് എനിക്ക് തോന്നുന്നാണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്യാനിട്ടാ. എന്നാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ. പോൾ ക്ലേക്ക് പോലും ഇതിന്റെ അർത്ഥം അറിയില്ലായിരിക്കും. ചിലപ്പോൾ അർത്ഥം മറ്റൊന്നായിരിക്കും. അർത്ഥം നാം കണ്ടെത്തുന്നത്. പ്രൊഫസറാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതിന് പ്രൊഫസറോട് ചോദിക്കും. ഉള്ളി അത്ര നല്ല പാർട്ടിയൊന്നുമല്ല. അനന്ത് പ്രൊഫസറിൽ നിന്ന് പഠിക്കേ, ഞാൻ അനന്തയിൽ നിന്ന് പഠിച്ചോളാം. ടൈം കഴിഞ്ഞു. സമയത്രായി. മനു വരാതിരിക്കില്ല. രാവിലെ ഒന്ന് പിണങ്ങി. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നത്? ഒരു ദിവസം, അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബോറാവത്തില്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമിക്കും. ഡു യു റിയലി ലവ് ഹിം? എന്തോ എനിക്കറിയില്ല. പക്ഷെ 1-2 ദിവസം കാണാതിരുന്നാൽ ഞാൻ ആകെ വിഷമിച്ചു പോകും. ഇതിനെ എന്ത് പറഞ്ഞ വിളിക്കാം? സംഭവം മറ്റേത് തന്നെ. ആ, മനു വന്നല്ലോ. ആശാൻ കറക്റ്റ് ടൈമിന് വന്നല്ലോ. എന്നെ രക്ഷിച്ചതിന് നന്ദി. വരട്ടെ. ബൈ. നമുക്കപ്പുറത്തിരിക്കാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറ.
ചേട്ടൻ രാവിലെ ചെണ്ട കുട്ടി. ചേടാ, ഞാനും അത് രാവിലെ കേട്ടതാണല്ലോ. ഞാൻ വരാനൽപ്പം വൈകിയല്ലേ? അതിപ്പോഴത്തെ കാര്യമാണല്ലോ. എനിക്കറിയാം തനിക്കൊന്നും പറയാനുണ്ടാവില്ലെന്ന്. ഒന്ന് കണ്ടാൽ മാത്രം മതിയല്ലേ? എവിടെ ക്യൂടെക്സ് വാങ്ങിയത്? മതി. ആനി കാത്തിരിക്കും. 1-2 അവന്മാരെങ്കിലും കൂടെ കാണും. അറ്റ്ലീസ്റ്റ് 1. അവരെങ്കിലും വെടി പറഞ്ഞിരുന്നോട്ടെ. നീ ആരെയാണ് ഈ രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അധികമായാൽ അമ്മ സമ്മതിക്കലെന്ന് ഓർമ്മ വേണം. അമ്മ അറിയുന്നതിൽ കൂടുതലാണ് അവനിപ്പോ. നീ മോശക്കാരനാണോ? എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കാൻ വരുമല്ലോ. അവനാ കേട്. അമ്മ എന്നെ മാത്രം കുറ്റപ്പെടുന്ന ഏർപ്പാട് നിർത്തണം. അല്ലെങ്കിൽ അമ്മ വെറുതെ പറഞ്ഞതല്ലേ മോനെ. മനു, നിന്റെ പേർക്ക് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെ കോളേജിൽ പോകുമ്പോ ബാങ്കിൽ കയറി ഒപ്പിട്ട് കൊടുത്തിട്ട് പോകാവൂ. പിന്നെ റൊമാൻസേ കൊള്ളാം, പക്ഷെ പെട്രോൾ വെച്ച് കളയരുത്. വില കൂടുതലാ. നീ ചായ തിളപ്പിച്ചു കൊടുക്ക്. ഞാൻ പള്ളിയിൽ പോയി ഇപ്പൊ വരാം. ആ, പെട്ടെന്ന് പൊയ്ക്കളരുതേ, കുറച്ച് തുണി നനയ്ക്കാനുണ്ട്. തീപ്പെട്ടി അവിടെ. ഒരു ചായ മുറിയിലേക്ക് തരണം. ആനി അകത്തുണ്ട്. ഹലോ, 2593 മനു. ആനി കുളിക്കുന്നു. വിളിക്കണോ? വെക്കട്ടെ. സാർ ഒന്ന് പുറത്തു പോകും. 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വരാം. ഞാനിവിടെ നിന്നാൽ എന്താ? അയ്യോ, ഞാനിതെല്ലാം ഊരി കളയാൻ പോവാ. അതിനെന്താ? അതിനെന്താന്നോ, അതൊന്നും ഇപ്പൊ കാണണ്ട. പ്ലീസ് ഗെറ്റ് ഔട്ട്. വരണം സാറേ. ഇന്നലെ ഞാൻ എന്റെ മുയലുകുട്ടിക്ക് പേരിട്ടു.
എന്ത്? മനു ജോർജ്. പിന്നെ എന്തിനാണെന്നോ, അതെ എന്റെ കൂടെ ഉറങ്ങുള്ള എപ്പോഴും. നോട്ടം മതി, ഞാൻ കാണുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സാറിന് ഇന്ന് എന്ത് പറ്റി? ഇരുന്നോ, ഞാനിപ്പോ വരാം. സ്കെച്ച് ചെയ്യുമ്പോ തന്റെ മുഖം പൂർണ്ണമായി കിട്ടുന്നില്ല. ഇനിയും ചില ഡീറ്റെയിൽസ് വേണം. ശരിയാകാഞ്ഞതുകൊണ്ട് ഞാനിന്ന് വാല് കൊടുത്തു. കഴിച്ചേ. നോ താങ്ക്സ്. അത് പറ്റില്ല. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാ. നാശം. അല്പം മുമ്പ് അനന്ത് വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. താനെന്താ എന്നോട് പറയാതിരുന്നത്? ഒരു കാര്യമില്ല, അനന്ത് വിളിക്കില്ലല്ലോ. കുളിമുറിയിൽ ഒരു ഫോൺ വെച്ചുകൂടായിരുന്നു. അയ്യോ മനു, നോക്കട്ടെ മനു. വേണ്ട മനു പ്ലീസ്. വേണ്ട. ഞാൻ നോക്കട്ടെ മനു. ഒന്നും വേണ്ട, മനഃപൂർവ്വം ചെയ്തല്ലേ. അയ്യോ മനു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്താ വേണ്ടേ? പെട്രോൾ എടുക്കട്ടെ? ഇതിലൊരു ഉമ്മ തന്നാ മതി. ഇങ്ങെടുക്ക്. നമ്മൾ എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ചൈത്രം ചായം ചാലിച്ചു, നിന്റെ ചിത്രം വരയ്ക്കുന്നു.
നിന്നീ കവിൾത്തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു നിന്നീ കവിൾത്തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു മാതളപ്പൂക്കളിൽ നിന്നോ മലർവാകതളിത്തതിൽ നിന്നോ പാടിപ്പറന്നു പോ എൻ കിളിത്തത്തൻ പാടലമം ചുണ്ടിൽ നിന്നോ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു നിന്നീ കുളിർനെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു നിന്നീ കുളിർനെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു ഈ മിഴിപ്പൂവിലെ നീലം ഇന്ദ്രനീലമണിച്ചില്ലിൽ നിന്നോ മേനിയാകെ പടരുമി സൗവർണം ഏതുഷ സന്ധ്യയിൽ നിന്നോ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു What happened to you? Tell me. Nothing. No, I can't believe my friend. Tell me, what happened to you? എന്നോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാരം കുറയാൻ പോകുന്നില്ല. ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. Come on.
ജെയിംസിന്റെ കൂട്ടുകെട്ട് തനിക്ക് വേണ്ടെന്ന് അന്നേ എനിക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീയൊന്നും ചെയ്തില്ലല്ലോ. സാരമില്ല, നിന്നെ എനിക്ക് വിശ്വാസമാണ്. ഈ ദുഃഖം കാണുമ്പോൾ തനിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ ഇപ്പൊ കെട്ടൊന്നും വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. കെട്ടാനല്ലാതെ എന്ത് ചെയ്യാൻ എനിക്കാവും? വാ, നമുക്കിവിടെ ഒന്ന് ചുറ്റി നടക്കാം. വാടോ. തന്റെ ഇപ്പോഴത്തെ മുഖം വരച്ചിട്ട് ഞാൻ നാളെ കാണിക്കാം. എന്റെ വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് തന്നെ പോലൊരു മകൻ ഉണ്ടാവണം. ഈ പ്രായത്തിൽ അവന് മുല കൊടുക്കണം. അവൻ അനന്തവിനെ പോലെങ്കിലും ചിത്രം വരയ്ക്കണം. തന്റെ ഇതേപോലത്തെ ആഗ്രഹം എന്താ? ഒരു കപിൽ ദേവോ ഗവാസ്കറോ ഒക്കെ ആയിരിക്കും. എനിക്കൊരു മോഹമില്ല. അത് ചുമ്മാതെയാ. ഞങ്ങളുടെ ന്യൂഡ് സ്റ്റഡി മെനുവിന് അറിയാമോ? ഇതേപോലെ മോഡലിനെ ഇരുത്തി ഞങ്ങളും ചിത്രം വരയ്ക്കാറുണ്ട്. ആണും പെണ്ണും ഉണ്ടാവും. ഞങ്ങൾ ചിത്രം വരയ്ക്കാൻ പെണ്ണുങ്ങളുടെ മുൻകുരിയുന്നുവെന്ന് ചില പത്രക്കാർ ബഹളം വെച്ചിട്ടുമുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ മുന്നിലെ ശവശരീരങ്ങളെ ആരും തുണിപിടിപ്പിക്കാറില്ലല്ലോ. പഠിക്കുമ്പോൾ ആരും ആ ഭാഗങ്ങൾ നോക്കി വികാരം കൊള്ളാറില്ല. ഇപ്പൊ എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടി ചോദിച്ചു, ഞാനൊരു മോഡലായി നഗ്നയായിരിക്കാമോന്ന്. ഐ എം റെഡി. അയാൾക്ക് അതിനുള്ള ധൈര്യം പോരാ. ഞാനിങ്ങനെ ഇരിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങളുടെ കോളേജിലെ ബുജ്ജീസ്, ബുദ്ധിജീവികളുടെ ചുരുക്കെഴുത്ത് ബുജ്ജി. ഞാനിപ്പോ വരാം. വന്നല്ലോ. സിഗരറ്റ്? നോ താങ്ക്സ്. ഒന്ന് വലിയ വേണ്ടടാ. എന്താ? ചുമ്മാ ഒരു രസത്തിന്. തനിക്ക് എന്ത് വേണം? ഒന്നും വേണ്ടേ? കാണാൻ ഓടക്കാനാകുന്ന. നീ ഇതുവരെ എവിടെയായിരുന്നു? പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു. ജോസൂട്ടി വിശക്കുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നു. നീ മോളിൽ പോയിട്ട് വേഗം വാ. ഇതൂടെ കഴിക്കട്ടെ. മനു, മനു. എല്ലാരും എത്തിയിട്ട് ഭക്ഷണം കഴിക്കാവുന്നുള്ള ഏർപ്പാട് മാറ്റണം. അത് നടക്കില്ല. രണ്ടുപേരും ഒന്നിച്ചു വേണം, അല്ലെങ്കിൽ ഞാനും കഴിക്കില്ല. എന്തിനാ അമ്മ ചേട്ടനെ കഷ്ടത്തിലാക്കുന്നത്? എടാ, നീ നേരത്തെ കാലത്ത് ഇനി എത്തിയാ മതി. നാളെ ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കെട്ടുന്നതുവരെയുള്ള എനിക്ക് നിർബന്ധം. ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ലാലിമോളുടെ കത്തുണ്ട്. എനിക്ക് ഇച്ചായന്റെ, അതിലും പാതി അവളാ എഴുതിയിരിക്കുന്നത്. അതവിടെ വെക്ക, അവിടെ വെക്ക. അത് അവന്റെ കത്തല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. രണ്ടും ചേട്ടൻ വായിക്കട്ടമ്മേ. വേണ്ട 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 വേണ്ട. അവൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ചനുസരിച്ച് കത്ത് അയച്ചിട്ടുണ്ട്. അവരവരുടെ കത്ത് അവരോട് വായിച്ചാ മതി കേട്ടോ. ഞാനൊരു കലാകാരനല്ലേ, മറവിന്നൊക്കെ പറയുന്ന കലാകാരന്മാർക്ക് സ്വാഭാവിക. അതെ 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 അതെ. നോക്ക്, ലാലിമോള് നിനക്ക് 4 കത്തയച്ചു. നീ ഒന്നിനും മറുപടി അയച്ചിരുന്നാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. ഇന്ന് കോഫി ഹൗസ് വെച്ച് ആനയെ കണ്ടു. കൂടെ ആ താടിക്കാരൻ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഏതാ ഈ അനന്തകൃഷ്ണൻ? അവിടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരുത്തൻ. അതാ ആരെന്ന് ചോദിച്ചത്. അവളുടെ കൂടെ പഠിക്കുന്ന ഒരാൾ. ചൈത്രം ചായം ചാലിച്ചു, ചൈത്രം ചായം ചാലിച്ചു,
നിന്റെ ചിത്രം വരയ്ക്കുന്നു ചാരു ചിത്രം വരയ്ക്കുന്നു ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. എന്താ ചേട്ടാ എനിക്ക് എഴുതാത്തത്? മനഃപൂർവ്വമല്ല എഴുതാത്തത്, പ്രാക്ടീസിന്റെയും പഠിത്തത്തിന്റെയും തിരക്ക്. വെക്കേഷൻ അവിടെ വരണമെന്നുണ്ട്. ചേട്ടൻ എഴുതിയാലേ ഞാൻ വരൂ. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇഷ്ടമില്ലെങ്കിൽ ഇനി ഞാൻ എഴുതുക കൂടിയില്ല. നീ എനിക്ക് എഴുതുകയും വേണം. ലാലുമോള് ചെറിയ കുട്ടിയാണ് മോനെ. അവരവിടെ എന്തോ എടുക്കുവോ? അടിച്ച് ഫിറ്റ് ആയിരിക്കുവോ? വാ നമുക്കൊന്ന് നോക്കിട്ട് വരാം. ഞാനില്ല, മരണ ഫിറ്റാ. അതിന്റെ മണം കിട്ടുന്ന നല്ല രസമാ. ഞാനൊന്ന് നോക്കിട്ട് വരാം. നല്ല ഫോമിലാണല്ലോ. എങ്കിലൽപ്പം ഡയലോഗ് ആയാലോ? താൻ നാളെ ക്യാമ്പിന് വരുന്നില്ലേ? ആ ഫിറ്റ് തന്നെ. നാളെ വന്നില്ലെങ്കിലേ എന്റെ കയ്യിൽ നല്ല തല്ലും തെറിയും കിട്ടും. ഒത്തിരി വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. ഇന്ന് സമയമില്ല, പോട്ടെ. ഞാനാകെ നടന്നു കൊഴിഞ്ഞു. ക്യാമ്പിലുള്ള ഏർപ്പാടിൽ അനന്തമല്ല ചെയ്യേണ്ടത്. അയാളൊന്നും വന്നിട്ടേ ഇല്ല. മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആന എന്തിനാ ബഹളം വെക്കുന്നത്? ഹേ വിൽ കം. താനൊരു പരമ ബോറനാണല്ലോ. ഒത്തിരി പണിയുള്ളപ്പോഴാണ് ചടഞ്ഞുകൂടി കിടക്കുന്നത്. എനിക്ക് നല്ല സുഖമില്ല. വെറുതെ ജാട ഒന്നും എടുക്കല്ലേ. എന്താ അസുഖം? പ്രൊഫസർ നമ്മയല്ലേ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത്. പിന്നെ ഇത് ചെയ്യാതിരുന്നാലോ? ഞാൻ വരുന്നില്ല അനി. എന്തുണ്ടായി വരാതിരിക്കാൻ? ഇല്ല, വരാൻ കഴിയില്ല.
മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ വർക്ക്സ് പരിചയപ്പെടാനുള്ള ചാൻസ് കളഞ്ഞാലോ? തനിക്ക് ഈ വർഷം റാങ്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. വരാതിരിക്കുന്ന കഷ്ടമല്ലേ? പിന്നെ പ്രൊഫസർ എന്ത് വിചാരിക്കും? കഷ്ടമുണ്ട്. ഇപ്പോഴിങ്ങനെ ആവാൻ കാരണം എന്താ? എനിക്കറിയണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പറ, എന്നോടെങ്കിലും താൻ കള്ളം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല എന്റെ സ്ഥിതി. നിങ്ങളോടൊക്കെ കമ്പനി കൂടണമെന്നുണ്ട്. പക്ഷെ വീട്ടിൽ അമ്മയുടെ കത്ത് വായിച്ചു നോക്ക്. ക്യാമ്പിന് പോകാനുള്ള രൂപ അയച്ചുതരാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ല അല്ലേ? അല്ല, അത് മാത്രല്ല, വീട്ടിലെ കുറെ ബുദ്ധിമുട്ടുകളും. തനിക്ക് ഒത്തിരി കോംപ്ലക്സ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാപ്പി കുടിക്കാൻ പോയാൽ തനിക്ക് തന്നെ ബില്ല് പേ ചെയ്യണം. കാശില്ലെങ്കിൽ വിളിച്ചാലും വരാതെ വിശന്നിരിക്കുക. നമ്മളൊക്കെ തുറന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്തുള്ളത്? താൻ എന്നോടൊപ്പം വരുന്നോ? നമുക്ക് പ്രൊഫസറെ പോയി കാണാം. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ശരിയാക്കാം. എന്നെ വിട്ടേക്കാനി. താൻ വരുന്നില്ലെങ്കിൽ ക്യാമ്പ് ഞാനും ഉണ്ടാവില്ല. അയ്യോ, നീ ഒന്ന് മാറി നിൽക്ക്, മേലൊക്കെ അഴുക്കാകും. ആവട്ടെ. മതി പെണ്ണേ, നിന്റെ വേലത്തരമൊക്കെ എനിക്കറിയില്ലേ. ഫോൺ ഇവിടുന്ന് എടുത്ത് മാറ്റി വെക്കാൻ പോവാ. എന്നാലെങ്കിലും നീ ഇവിടെ വരുമെന്ന് അറിയാലോ. ഒത്തിരി പണിയുണ്ടമ്മേ. നിനക്കൊരു ചായ തിളപ്പിക്കാൻ പോലും അറിയില്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ. അച്ഛൻ ഭയങ്കര പുളുസാ. അമ്മേ, ഇവിടെ ഉള്ളവരൊക്കെ അവിടെ പോയി? ജോസൂട്ടി മുറിയിലുണ്ട്. മനു ഇപ്പൊ വരും. ജോസഫിനൊന്ന് വട്ടിളക്കിയിട്ട് വരേ. ദേ, ഊണ് കഴിച്ചേച്ച പോവും. ശരി. ഇതെന്തോ കളിയാ? കൂട്ടിനാള് വേണ്ടേ? ശരി, ഞാനും കൂടാ. അങ്ങനല്ല, അറിയാൻ മേലാത്ത പണിക്ക് പോകരുത്. ഫോട്ടോ സ്റ്റൈലായിട്ടുണ്ടല്ലോ. താരയുടെ കാണുന്നായിരുന്നു രസം. അല്പം ഒന്ന് ചിരിക്കാമായിരുന്നില്ലേ? വേണ്ട, പല്ലിന്റെ വിടവ് കാണും. എനിക്കിത് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിരുന്നല്ലേ? ഇതങ്ങനെ ചുളുവിനൊന്നും പഠിക്കാൻ പറ്റിയല്ല. കൂടിയ ഏർപ്പാടാ. ഈ പൂച്ചയുടെയും കാക്കയുടെയും പടം വരയ്ക്കുന്നതല്ല. എന്നും വന്നാൽ പറഞ്ഞുതരാം. എന്നും വരാൻ പറ്റില്ല. എന്നും വരണമെന്നില്ല, സമയം കിട്ടുമ്പോ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ ഒന്ന് പറഞ്ഞെന്ന് വെക്ക്, പഠിക്കാൻ പറ്റുമെന്ന് അറിയാലോ. അപ്പൊ ചീട്ട് അത് പിന്നെ കളിക്കാം. ഇങ്ങനെ
ചേട്ടനൊരു ജീനിയസ് ആണെന്ന് ഞാൻ കൂട്ടുകാരികളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നതേ ഒരു നസ്രാനെ ഉടുക്കു പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാ. ആര് പറഞ്ഞു? അടുത്ത തിങ്കളാഴ്ച ലയൺസ് ക്ലബ്ബ് കാക്കാരിസ് നാടകം നടത്തുന്നു. ഞാനാണ് ചെണ്ട വായിക്കുന്നത്. അതിനടുത്ത ആഴ്ച കവിയിറങ്ങി. എത്ര നേരം ഞാൻ വന്നിട്ടെന്നോ? താൻ എവിടെ ആയിരുന്നു? നാളെ രാവിലെ ഞങ്ങൾ ക്യാമ്പിന് പോകും. അമ്മയോട് പറഞ്ഞിട്ട് പോകാന്ന് വെച്ചു. എന്ന് തിരിച്ചു വരും? ഏറിയാൽ ഒരാഴ്ച. മനു ഒരു ദിവസം വരുന്നോ? ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ വേണ്ട. അനന്ത് വരുന്നില്ലെന്ന് പറഞ്ഞ റൂമ് കുത്തിയിരുന്നു. ഞാൻ പോയി നിർബന്ധിച്ചൊരു സമ്മതിപ്പിച്ചു. അനന്തിന് നല്ല പെർഫോമൻസ് ഉണ്ടാവും. ക്യാമ്പിന് പോകാൻ ഒരു രസം തോന്നുന്നില്ല. പിന്നെ വെറുതെ പോകുന്നേ ഉള്ളൂ. തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഒരാഴ്ച കഴിഞ്ഞല്ലേ തന്നെ കാണാനൊക്കൂ. Anyway, camp is very interesting, no? എനിക്ക് നന്നായിട്ട് കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ അട മാളിങ്ങാടുത്തോ അന്റെ മണിയിങ്ങാടുത്തോ ഏ മന്ത്രവാദത്തിനങ്ങ പോയി മാറട്ട് അട മാളിങ്ങാടുത്തോ അന്റെ മണിയിങ്ങാടുത്തോ ഏ മന്ത്രവാദത്തിനങ്ങ പോയി മാറട്ട് കറുകുത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കോയിലാടത്തെ കോയി തന്തയില്ല കോയി ആ തന്തയില്ല കോയിന് വെളുപ്പറിയാം മേലെ കോയിലാടത്തെ കോയി തന്തയില്ല കോയി ആ തന്തയില്ല കോയി വെളുപ്പറിയാം മേലെ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ കറുതിത്തിന്നം തെയ്യന്നം കറുതിന്തിന്നം താരോ അട കൂർമ്പൻ കോടവയറ അടമാപ്പിള ചങ്ങാതി ഏഞ്ഞൊണ്ടിനേം തെണ്ടിനേം തൊട്ടുണ്ണത്തിലെ അട കൂർമ്പൻ കോടവയറ അടമാപ്പിള ചങ്ങാതി ഏഞ്ഞൊണ്ടിനേം തെണ്ടിനേം തൊട്ടുണ്ണത്തിലെ കറുതിത്തിന്നം
തെയ്യന്നം കരുതിന്നം താരോ കരുതിന്നം 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 തെയ്യന്നം കരുതിന്നം താരോ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം താരോ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം താരോ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം താരോ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം താരോ മാളിങ്ങാടുത്തോ എന്റെ മണിയിങ്ങാടുത്തോ ഏ മന്ത്രവാദത്തിനങ്ങാ പോയി മാറട്ടെ മാളിങ്ങാടുത്തോ എന്റെ മണിയിങ്ങാടുത്തോ ഏൻ മന്ത്രവാദത്തിനങ്ങാ പോയി മാറട്ടെ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം താരോ കറുകുത്തിന്നം തെയ്യന്നം കറുകുത്തിന്നം അതാണ് ഞാനും ചോദിക്കുന്നത്. അയ്യോ കാല് രണ്ട് വേദന എടുത്തിട്ട് വയ്യ. എന്ത് പറയാ താനിന്നത്തെ മൂടിയായിട്ടിരിക്കുന്നത്? താനിന്ന് വളരെ ആക്റ്റീവ് ആണല്ലോ. എനിക്കിവിടെ വിട്ടുപിരിയാൻ തോന്നില്ല. എന്ത് ഭംഗി, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. മനുവിനെ കൂടെ വിളിക്കാമായിരുന്നു. ആഹാ, അല്ല നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുമല്ലോ. ചുമ്മാ വേലത്തിലൊന്നും കാച്ചരുതേ. അപ്പൊ മനു അതിനെ മൂടിയാക്കിയതല്ലേ? നിറയെ വെള്ളാരം കല്ലുകളുള്ള ഇതുപോലൊരു പുഴയും പുഴയുടെ തീരത്തൊരു ചമ്പകക്കാടും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. മനുവും ഞാനും കുട്ടികളായിരുന്നപ്പോ എന്തെല്ലാം കുസൃതികൾ കാട്ടിയിട്ടുണ്ടെന്നോ. ഒളിച്ചു കളിക്കും, കള്ളനും പോലീസും കളിക്കും, അച്ഛനും അമ്മയും കളിക്കും. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിനൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ
വരുന്നൊരു കുയിലിന്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം, എതിർ പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം, ഒടുവിൽ പിണങ്ങി പറന്നു പോ പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം. അനന്തു, അനന്തു എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നു. എനിക്കതിന് കഴിയുന്നില്ല. ഒരു കാലത്ത് എനിക്കും സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നു. അത് മാത്രമേ ആനി അറിഞ്ഞാൽ മതി. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. Why don't you understand? ആനി, എന്താ ആനി? No, ആനി, please. Don't make me fun. No, no, no. വന്നേ പറ്റൂ. അല്ല സർ, വേണ്ട. എന്താ നിങ്ങൾ ഈ വഴക്ക്? ഇയാൾക്കൊരു ഗമ. അച്ഛനൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അനന്തനെ വിളിച്ചത്. മനു എന്ന കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോഴൊക്കെ അയാൾക്കൊരു ഗമ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറമേ നിന്ന് ആഹാരം കഴിക്കണമെന്നുള്ളത് എനിക്കൊരു മസ്റ്റാണ്. മിക്കവാറും വീക്കെൻഡ് ഞങ്ങൾ ഇങ്ങനെ പോകും. അത് നല്ല രസകരമായ ഒരു കഥയാണ്. ഞാൻ തോർത്ത് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ കുളിക്കാൻ തുടങ്ങിയ മളാമ എന്ത് ചെയ്യുന്നറിയാമോ, ക്യാമറ എടുത്തു വെച്ച് എന്റെ ഫോട്ടോ അങ്ങ് പിടിച്ചു. ഞാനൊക്കെ നാലിച്ചു പോയി. ഞാൻ വിളിക്കുമ്പോ ആനേരം പറയാൻ കളക്കുക ആ ഫോട്ടോ ഒന്ന് കാണാൻ വേണ്ടി. നമ്മുടെ സൗന്ദര്യം എങ്ങനെ ഇരിക്കുന്നു ഒന്ന് അറിയണമല്ലോ. അത് ഇൻസ്റ്റന്റ് ഫോട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കാണാൻ സാധിക്കും കേട്ടോ. അനന്തു, അയ്യോ ഫോട്ടോ കണ്ടപ്പോഴല്ലോ ഞാൻ തന്നെ അങ്ങ് നാലിച്ചു പോയി. മാമ പറഞ്ഞു നമുക്ക് കുളിക്കണം, നിർബന്ധം എന്ന് പറയാം. സമ്മതിച്ചു. ഞങ്ങൾ കുളിക്കാനായിട്ട് ഇറങ്ങി. എനിക്ക് നീന്താനോ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി കുളിച്ചു, തിരികെ വന്നു, തലയൊക്കെ തോർത്തി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഞാൻ കേട്ടിരിക്കും. സംസാരിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മാമ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു കരിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് തെങ്ങി കയറാനോ ഓടിക്കാൻ. പിന്നെ ഞാൻ തെങ്ങി കയറി മാതാമ്മയ്ക്ക് ഒരു കരക്ക് ഈ തെങ്ങിലാണോ ആ തെങ്ങിലാണോ എന്ന് അറിഞ്ഞില്ല. ഏതായാലും കരിക്കിട്ട് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. ഇപ്പോഴിന്റെ കരിക്കിനൊക്കെ ഈ വില വന്നിരിക്കുന്നേ. പണ്ടിപ്പോ ഇത്ര വിലയൊന്നുമില്ല. ഒരു $2 ഉള്ളൂ.
അനന്ത ക്യാമ്പിൽ എന്തെല്ലാം തമാശകൾ കാട്ടിയെന്നോ? എല്ലാവർക്കും അയാളെ ഇഷ്ടപ്പെട്ടു. ക്യാമ്പിനടുത്തുള്ള പുഴയും പാറക്കെട്ടുകളും കണ്ടപ്പോൾ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് ഓർത്തുപോയി. താൻ ഒരിക്കലും എന്നെ കെട്ടിപ്പിടിച്ചതും നമ്മൾ അച്ഛനും അമ്മയും കളിച്ചതും എല്ലാം ഞാൻ അനന്തനോട് പറഞ്ഞു. അന്നത്തെ നമ്മുടെ കുസൃതികളില്ലായിരുന്നെങ്കിൽ തന്നെ പട്ടണത്തിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ ഓർക്ക കൂടി ഇല്ലായിരുന്നു. നമുക്ക് അവിടെ പോയിരിക്കാം. കൊള്ളാനുള്ള രോഗം ഒത്തിരി നേരായി. അച്ഛൻ എന്ത് വിചാരിക്കും? അച്ഛനൊന്നും വിചാരിക്കില്ല. അനന്ത് വിചാരിക്കുന്നതിൽ നിനക്കേ വിഷമമുള്ളൂ. അങ്കിൾ, ഞാൻ അത്യാവശ്യ കാര്യം മറന്നു. എനിക്കിപ്പോ തന്നെ മടക്കണം. Is it very urgent? കൊണ്ടുപോയിക്കോളൂ, ഞാൻ വേറെ വണ്ടി പിടിച്ച് പോയിക്കോളാം. എന്ത് പറ്റിയടി നിനക്ക്? ഒന്നും പറ്റിയില്ലടോ. അല്പ റൊമാൻസിനിടയിൽ ഒരിടി. എങ്കിലും എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട്. മനുവിനോ ഇതുപോലൊക്കെ തന്നെ അയാൾക്കും. സത്യത്തിൽ അച്ഛന്റെ മുഖത്ത് നോക്കാനാ വയ്യാത്തെ. എല്ലാ കള്ളിയും പെട്ടെന്ന് പൊളിഞ്ഞു. ഉടനെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു. ശരിയാവുമോ മോളെ നീയും ക്രിക്കറ്റും? മനു എനിക്കൊരു മോനെ പോലെയാ. ഇത് മനസ്സിലിട്ടാണ് നടക്കുന്നല്ലേ? പിന്നെന്താ ഒരു ആർട്ടിസ്റ്റാണെന്ന ഗമ. ഹലോ അനന്തു, ഞാൻ വേറെ ആരുമാണെന്ന് വിചാരിച്ചു. ഇരിക്കിരിക്കി. അനന്തു, താൻ ഒറ്റയ്ക്കാണോ? സുനന്ദ അകത്തുണ്ട്. ഇരിക്കും, കുറച്ച് പണിയുണ്ട്. ചാപ്പാടെന്തെങ്കിലും കഴിക്കട്ടെ? ആ അച്ഛാ, വലുതായി കൊല്ലല്ലേ? ഞാൻ നിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. മിസ്റ്റർ അനന്തു, ഞങ്ങൾ അച്ഛനും മോളും തമാശ പറയുന്നത് കേൾക്കുമ്പോ എല്ലാരും നോക്കും, അസൂയയോട്. എന്റെ മോളെ വീട്ടിനകത്ത് അടച്ചിട്ട് വളർത്താൻ എനിക്കിഷ്ടമല്ല. പെൺകുട്ടികളെ അടച്ചുപൂട്ടി വളർത്തിയാൽ അവരിൽ ഒരുമാതിരി ക്രിമിനൽ വാസന വളരും. എന്റെ അടുത്ത് വരുന്ന മിക്ക കേസും അത്തരത്തിലുള്ളതാണ്. ഞാൻ വെറും ഒരു ക്രിമിനൽ കോർട്ട് വക്കീലല്ല. മനുഷ്യന്റെ മനഃശാസ്ത്രം നല്ലോണം പഠിച്ച് കേസ് ഡീൽ ചെയ്യുന്നൊരു വക്കീലാണ്. യു ജസ്റ്റ് കം ടു മൈ കോർട്ട്. അവിടെ ഒരു റിട്ടയർഡ് മേജറുടെ മകളുടെ പ്രേമത്തിന്റെ വാദം നടക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയോട് രഹസ്യമായിട്ട് ചോദിച്ചു, നീ എന്തിനാ കാമുവിനെ കാണാൻ ഞാൻ ഒളിച്ചു പോയതെന്ന്. അപ്പൊ അവളെ എന്നോട് പറഞ്ഞു, അയാളോട് മിണ്ടിയതിന് എന്നെ അടിച്ചതുകൊണ്ട്, എന്നെ വീട്ടിനകത്ത് പൂട്ടിയിട്ടതുകൊണ്ട്. അത്രേ ഉള്ളൂ അവളുടെ പ്രേമത്തിന്റെ വോളിയം. ഹലോ ഹലോ മൈ സൺ. ഹലോ ആനി കിച്ചണിലുണ്ട്. നോട്ടി ബോയ്.
അമ്മയും ചേട്ടൻ വന്നില്ലേ? വരാഞ്ഞു നന്നായി. വന്നിരുന്നെങ്കിൽ ഇപ്പൊ നോക്കൂ, ഫോൺ എടുത്ത് ചീത്ത പറയും. വിളിക്കണ്ട. വിളിക്കും. വിളിക്കണ്ടെന്ന്. അതിന് ഇയാളുടെ അനുവാദം വേണോ? അവർ വീട്ടിലില്ല. എനിക്ക് അമ്മയും ചേട്ടനും ഇല്ലാഞ്ഞിട്ടല്ലേ? സാധാരണ ബർത്ത്ഡേക്ക്, പ്രത്യേകിച്ച് സിനിമയില് ഒരു പാട്ട് സ്വാഭാവികം. ഇപ്പൊ അനന്തനോട് പാടാൻ പറഞ്ഞ കേക്കില്ല. പക്ഷെ അനന്തന്റെ പാട്ട് ഇതിലുണ്ട്. പോക്കുവയിൽ പൊന്നൊരുകി പുഴയിൽ വീണു. പോക്കുവയിൽ പൊന്നൊരുകി പുഴയിൽ വീണു. പൂക്കളായി അലകളിൽ ഒഴുകി പോകേ. കണ്ണിറയെ അതു കണ്ടു നിന്നു പോയി നീ. കണ്ണിറയെ അതു കണ്ടു നിന്നു പോയി നീ. നിന്റെ മൺകുടം പുഴയിലൂടൊഴുകിപ്പോയി. പോക്കുവയിൽ പൊന്നൊരുകി പുഴയിൽ വീണു. പ്രാവിണകൾ കുറുകുന്ന കോവിലിൽ വെച്ചോ. പാവലിന്നു നീ പകരും തൊടിയിൽ വെച്ചോ. ആദ്യം അന്നാദ്യം ഞാൻ കണ്ടു നിന്നെ. പാട്ടിൽ ഈ പാട്ടിൽ നിന്നോർമകൾ മാത്രം. പോക്കുവയിൽ പൊന്നൊരുകി പുഴയിൽ വീണു. അഞ്ജന ശ്രീ തിലകം നിൻ നെറ്റിയിൽ കണ്ടു. അഞ്ചിത താരകൾ നിന്റെ മിഴിയിൽ കണ്ടു. രാത്രി ഈ രാത്രി എന്നോമലെ പോലെ. പാട്ടിൽ ഈ പാട്ടിൽ നിന്നോർമകൾ മാത്രം.
എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകും, ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിലേക്ക്. ഇല്ലെങ്കിൽ ഒരു പൈങ്കിളി നോവലിലെ നായകനെ പോലെ നിന്നെ എനിക്ക് ആശ്വസിപ്പിക്കാനോ കൂട്ടിക്കൊണ്ടുപോകാനോ കഴിയില്ല. നേരത്തെ പാട്ട് കഴിഞ്ഞു. മനു നിക്ക്. എന്താ ഇത്ര ധൃതി? ഞാൻ വിടില്ല. എനിക്ക് വേറെ പണിയുണ്ട്. മനു, ഇത്ര സില്ലി ആവരുത്. എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട. ഞാനത്ര മണ്ടനൊന്നുമല്ല. ഞാൻ ആരുടെയും പാട്ട് കേൾക്കാനല്ല വന്നത്. മനു, മനുവിന് ഒരുതരം സംശയങ്ങളാണ്. അനന്തുവിനോടുള്ള എന്റെ സ്വാതന്ത്ര്യം അയാൾക്കിഷ്ടമല്ല. പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മനുവിന് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് വേണം. മനു, എനിക്കറിയില്ല. കൺഗ്രാചുലേഷൻ അളിയ. കൈകൂടെ ഉടനെ കൈ. ആണുങ്ങളായ ഇങ്ങനെ വേണം, പകരത്തിന് പകരം. അളിയനിപ്പോ കൊണ്ടുനടക്കുന്ന പെണ്ണേതാ? ലാലിമോൾ. ഓ, ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെണ്ണ്. കൊച്ചു കള്ള. എത്ര നേരം ഇവിടെ? ആരെങ്കിലും വരാനുണ്ടോ? ഉണ്ട്, ഒരാളെ. നിനക്കത് മനസ്സിലാവില്ല. ഹലോ ആനി, വിളിച്ചതേ തനിക്കിഷ്ടമില്ലാത്തൊരു സിനിമ കാണിക്കുന്നുണ്ട്, വരുന്നോ? ലാലിമോളം കൂട്ടിക്കോളൂ. വരുന്നില്ലെങ്കിൽ വേണ്ട. ലാലിമോളോട് വർത്താനം പറയെങ്കിലും ചെയ്യായിരുന്നു. വെക്കല്ലേ ചേട്ടൻ എന്ന് വിളിച്ച്. ജോസേട്ടൻ.
ഞാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ എന്താ? രണ്ടുപേരും ഞാൻ ക്ഷണിച്ചല്ലേ? എന്നെ അറിയുമോ ലാലി? ശരി, വരട്ടെ. നിന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്നുകൂടി പറഞ്ഞില്ലല്ലോ. സാരമില്ല സുനന്ദേ, എന്നോട് വാശി കാണിക്കുക. നീ അനന്തനോട് എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു. വേണ്ടായിരുന്നു. ഒളിക്കൊന്നും വേണ്ട, ചേട്ടൻ ഗ്രാസ് ഒലിക്കുമല്ലേ? ഇത് വെറും സിഗരറ്റാ. പിന്നെ എനിക്കറിയില്ലേ, പാൻ ഷോപ്പിൽ നിന്നും ചെൽസിയുമായി വാങ്ങിയ എന്താ? നോക്കിക്കോ, ഞാൻ ഇന്ന് തന്നെ ആന്റിയോട് പറയുന്നുണ്ട്. ഞാൻ സിഗരറ്റ് പോലും വലിക്കില്ലായിരുന്നു. തുടങ്ങിയപ്പോ ഇതൽപ്പ രസത്തിനാക്കിയെന്നേ ഉള്ളൂ. ഇന്ന് അവസാനം. പ്രോമിസ്? പ്രോമിസ്. ടൗണിൽ പോകുമ്പോ കാണുന്ന ഉത്സാഹം വീട്ടിൽ വരുമ്പോ കാണാത്ത എന്താ? ലാലിമോളെ, ലാലിമോളെ. ഓ, ഈ ആന്റി ഒരു ഭയങ്കര ആളാ. മനു, നിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ നിർത്തിയോ? എന്നാ കുറച്ച് നേരത്തെ എണീറ്റൂടെ? ഇപ്പൊ ഇതിനായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നീ മനുവിനെ ശ്രദ്ധിച്ചോ? വല്ലാതെ മാറിയിരിക്കുന്നു. എല്ലാം നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. ലാലിയോടുള്ള താല്പര്യം പോലും. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയാൽ അവന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം കിട്ടും. ഞാൻ അവനോട് ലാലിമോളുടെ കാര്യം പറഞ്ഞു. ലാലിമോളുടെ കാര്യം? അവൾക്കാണെങ്കിൽ അവനെന്ന് വെച്ചാൽ ജീവനാ. ചേട്ടൻ നിൽക്കുമ്പോൾ അനിയനെ കെട്ടിക്കുന്നത് എങ്ങനെയാ? ഞാൻ പെരേറ നിൽക്കുന്ന പെണ്ണൊന്നുമല്ലല്ലോ തെറി പിടിച്ച് കെട്ടിച്ചൂടെ. എനിക്കാരോടും പ്രേമമില്ല, മോഹഭംഗവും ഇല്ല. എന്നാലും നീ അമ്മ വെറുതെ കാര്യം അറിയാൻ സംസാരിക്കരുത്. ഇപ്പൊ പ്രശ്നം എന്റെ അല്ല, മനുവിന്റെയാണ്. ലാലിക്ക് അവനെ അറിയാം, അവന് ലാലിയെ. അമ്മ എങ്ങനെങ്കിലും അവനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം. പക്ഷെ മോനെ, ഈ അവസ്ഥയിൽ അവന് വേറൊരു പെണ്ണിനെ ഇഷ്ടമാവോ? ലാലിയെ ആർക്കും ഇഷ്ടാവും അമ്മേ? പാവം അനി. അത് മാത്രം അമ്മ പറയരുത്. അവൾ ഒന്ന് രണ്ട് തവണ ഡോക്ടറെ കണ്ടവളാണെന്ന് അവളുടെ കൂട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അവൾ ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംശയം മനുവിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം അവന് ശരിയാവില്ല എന്ന്. അമ്മ വെറുതെ പെണ്ണുങ്ങളുടെ സെന്റിമെന്റ്സ് വെച്ച് സംസാരിക്കരുത്. നമുക്കിപ്പോ മനുവാണ് പ്രശ്നം. അപ്പം മരിച്ചതിന് ശേഷം ഈ വീട്ടിൽ ഞാൻ അമ്മയോ നീ ചേട്ടനോ അവൻ ഇളവനോ ആയിട്ടില്ല. നമ്മളെല്ലാം കൂട്ടുകാരായിരുന്നു, അല്ലേ മോനെ? ആ, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ മോളെ കാണാനിരിക്കുകയായിരുന്നു. നീ മനുവിനെ കാണാറില്ലേ? മനു എവിടെ അമ്മേ? അവനും എവിടെയെങ്കിലും കാണും. മോള് വാ. മനുവിന്റെ എല്ലാ ചൊടിയും പോയി. ഈയിടെ ഒരു മിണ്ടാട്ടമില്ല. എന്തുണ്ടായെന്ന് ചോദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവന്റെ അമ്മയായി പോയില്ലേ? ഞാൻ ഈയിടെ കാണാറില്ല, ഒന്ന് കാണാൻ വന്നതാ.
കാണാതിരിക്കുക മോളെ ഭംഗി. അമ്മ എങ്ങനെയാ നിന്നോട് പറയും? നീ എന്റെ മോളാകുമ്പോ അമ്മയെങ്കിലും എന്നോട് പറയണ്ടേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? നാട്ടുകാർ നിന്നെ കുറിച്ച് പലതും പറയുന്നുണ്ട്. കൊച്ചുനാൾ മുതലേ നിന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്കതൊന്നും വിശ്വാസമില്ല. പക്ഷെ ആ സംശയം മനുവിനും അവന്റെ ചേട്ടനും ഉണ്ട്. ഇപ്പോഴേ അതുള്ളപ്പോ പിന്നീട് അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അമ്മയെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്. മോക്കെല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ മനു ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെ വാശിക്കാരനാ. അവനൊരു ചെറിയ കാര്യം മതി എല്ലാം താറുമാറാകാൻ. അതുകൊണ്ട് ലാലിമോക്ക് അവന് ജീവന. അതങ്ങ് നടത്തുന്നല്ലേ മോളെ നല്ലത്. സോറി. അനി, അനി നിൽക്ക്. അനി, നീ കണ്ടതിലും അപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. സത്യമായും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോ വരാൻ പാടില്ലായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല അനി. നീ എന്തായാലും എനിക്കൊന്നുമില്ല. അന്നൊരു പുരുഷനല്ലേ. ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്ക്. അനി, നീ ഇല്ലാതെ എനിക്ക് കഴിയാനാവില്ല ഒരു നിമിഷം പോലും. ഉടനെ നമ്മുടെ കല്യാണം വേണം. വേണ്ട മനു, നമ്മുടെ സ്നേഹം മാത്രം നിന്നാൽ പോരെ. ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ മറക്കാൻ വയ്യ. നീ എന്നെ വിട്ടുപോകുന്നു. മനു പ്ലീസ്, എന്നെ പോകാൻ അനുവദിക്കേ പ്ലീസ്. അനിയ കൈകിട്ട. ആ
ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ട് കേട്ടിരി പാട്ട് പാടുവാൻ മോഹം. എതിർപ്പാട്ട് പാടുവാൻ മോഹം. അത് കേൾക്കിയുച്ചത്തിൽ പോകും കുയിലിന്റെ ശ്രുതി തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഓ സോറി. അത് അത് വേണ്ട, അത് വേണ്ട. ഇത്ര കിടക്കട്ടെ. വേല ഇറക്കുന്നുണ്ടല്ലോ വയസ്സുകാലത്ത്. ആ, അതാണ് ഞാൻ കളിക്കുന്നില്ല. 8 മണിയല്ലേ? ഇതെന്തൊരു പണിയാ? ഇരിക്കങ്ങളെ കക്ഷി ഇന്നലെ ഓട്ടോമോബിലാണല്ലോ. ജസ്റ്റ് 1 മിനിറ്റ്. പോവാണ്. ഇല്ല, ഇതാ വരുന്നു. എന്താ പ്രത്യേകിച്ച് എന്താ ഉണ്ടായേ? കാര്യം ഞാൻ പറയാതെ തന്നെ ജോസൂട്ടിക്ക് അറിയാമല്ലോ. ഇല്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത്. എങ്ങനെ പറയണമെന്ന് അറിയാത്തതുകൊണ്ട്. അല്ല, എന്താണെങ്കിലും അങ്കിൾ എന്നോട് പറയാവുന്നല്ലേ ഉള്ളൂ. ആനി അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. പക്ഷെ അങ്ങോട്ട് ഫീലിംഗ് അവൾക്ക് തോന്നാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ ഇന്ന് വരെ നോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളിന്ന് ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു. മനു അവളും തമ്മിൽ കുട്ടിക്കാലം മുതൽക്കേ ഇഷ്ടമായിരുന്നില്ലേ? നമുക്കതൊക്കെ അറിയാവുന്നതുമാണല്ലോ. പക്ഷേ ഇപ്പോൾ അക്കാര്യമാണോ? അവന്റെയും ആനയുടെയും കാര്യത്തിൽ ഞാനും അമ്മയും ഇടപെടാറില്ല. പക്ഷേ കുട്ടികളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ പിന്നീട് ആവശ്യമില്ലാതെ പിടിവാശിയായി മാറും. അതിന് നമ്മൾ ഇടം കൊടുക്കണോ? അല്ല, അതിനിപ്പം ഞാനും താങ്കൾ ചെയ്യേണ്ടത്. ജോസൂട്ടിയല്ലേ മൂത്തത്. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. ബാക്കി ജോസൂട്ടിയും അമ്മയും കൂടെ ആലോചിച്ച് തീരുമാനിക്കണം. ആനി, എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പഠിച്ചു അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. അനി, നിഷ്കളങ്കത എപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ടാണോ? എനിക്കറിയില്ല. അറിയാം. ഞാൻ കാരണമാണ് മനുവിനെ തനിക്ക് നഷ്ടമാകുന്നത്. സമൂഹത്തെ പറ്റിയുള്ള തന്റെ ധാരണ തെറ്റായിപ്പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. ഞാൻ മനുവിനെ ഒന്ന് കാണാം. പറഞ്ഞു നോക്കാം, എല്ലാം നേരെയായെങ്കിലും. ഞാൻ എന്താണെന്ന് മറ്റൊരാളിലൂടെ മനു അറിയുക. എനിക്കതിന് കഴിഞ്ഞാലോ? ഞാൻ ചീത്തയാണെന്ന വിശ്വാസം മാറ്റാവോ? ഞാൻ ഡോക്ടറെ വരെ കണ്ടെന്നാണ് ധാരണ. അതുകൂടി തിരുത്താവോ?
തെറ്റ് ചെയ്തവളാണെന്ന് എല്ലാരും പറയുന്നു. You're a good girl. Be brave. അച്ഛന് കാപ്പി കൊണ്ടിരട്ടെ? ആ, അതിനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയും ഞാനും തമ്മിൽ വളരെ അകലെയാണ്. ആ, റിസൾട്ട് ആദ്യം ആനയാവോ അറിയുക. എനിക്കൊരു കത്തിടണം കേട്ടോ. ആ, നമ്മൾ പെരിയാണല്ലേ, 5 വർഷത്തിന് ശേഷം. ഇന്ന് മനുവിന്റെ മാരേജ് അല്ലേ, പോകുന്നില്ലേ? ഏറെ ദൂരം യാത്ര ചെയ്ത് കണ്ണെത്താത്തൊരു മണലാരണ്യം കഴിഞ്ഞ് സമയത്തിനൊക്കെ അപ്പുറം പിന്നെ എനിക്കൊന്നും അറിയില്ല. അനന്തനെ കൂടെ വിളിച്ചാലൊന്ന് ആലോചിച്ചു. യാത്രയുടെ കമ്പനിക്ക് വേണ്ടി മാത്രം. വെറുതെ തോന്നുന്ന ഓരോന്നാണിത്. ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ എല്ലാ കാര്യങ്ങളും അനന്തന് അറിയാമല്ലോ. ഞാൻ എന്തുമാത്രം മനുവിനെ ഇഷ്ടപ്പെട്ടിരുന്നെന്നോ. തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോടൊപ്പം വരണമെന്ന് പറയാനുള്ള വാക്കുകൾ പോലും എനിക്ക് സ്വന്തമായില്ല. തൊഴിൽ കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. നമ്മുടെ ശീലങ്ങളുമായി ആരും പൊരുത്തപ്പെടുകയില്ല. അതിലും ഭേദം ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ഹേ അനന്തു, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് നല്ല ധൈര്യമുണ്ട്.
പാല് കുടിക്കുന്നില്ലേ? ചേട്ടൻ ഇന്നാകെ മൂഡൌട്ടാണല്ലോ. കാരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഇതെന്തിനു കിട്ടിയതാ? ക്രിക്കറ്റിനാണോ? ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? ഞങ്ങളുടെ കോളേജ് ചാമ്പ്യൻ ആയിരുന്നു. അയാളിപ്പോ വലിയ ആളായി. ഏതോ കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുക. കാണാൻ എന്ത് രസമാ. എന്റെ കൂട്ടുകാരികളിൽ പലരും അയാളെ ബോയ്ഫ്രണ്ടായി കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് മാത്രം അയാൾ സംസാരിക്കും. എന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് എല്ലാരും പറഞ്ഞിരുന്നേ. എനിക്ക് എന്തൊരു ഗമയായിരുന്നു അവിടെ. ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? ഞങ്ങളുടെ കോളേജ് ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പൊ വലിയ ആളായി. അനന്ത ക്യാമ്പിൽ എന്ത് രസമാ കമ്പനിക്ക് വേണ്ടി. അയാളെ എനിക്ക് എന്ത് ഇഷ്ടമാ. നന്നായി പാടും, ചിത്രം വരയ്ക്കും. എന്റെ കൂട്ടുകാരിൽ പലരും അയാളെ ബോയ്ഫ്രണ്ടായി കിട്ടാൻ വിളിച്ചിട്ടുണ്ട്. നല്ല ആളാ. പക്ഷെ എന്നോട് മാത്രം വർത്തമാനം പറഞ്ഞിരിക്കാൻ സമയം എല്ലാവരും പറഞ്ഞിരുന്നേ. അനന്ത ക്യാമ്പിൽ ഒരു രസമാ കാട്ടിയത്. അയാളെ എനിക്ക് എന്ത് ഇഷ്ടമാ. നന്നായി പാടും, ചിത്രം വരയ്ക്കും. ചേട്ടന് ടെന്നീസ് കളിക്കുന്ന പ്രകാശിനെ അറിയുമോ? കമ്പനി കൂടെ കോളേജ് ചാമ്പ്യനായിരുന്നു. എന്ത് രസമായിട്ട് വലിയ ആളായി. സമയം പോകുന്ന അറിയുമോ? കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുക. കാണാൻ എന്ത് രസമാ. എന്റെ കൂട്ടുകാരികളിൽ പലരും അയാൾ ബോയ്ഫ്രണ്ടായി കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്. അനന്ത ക്യാമ്പിൽ എന്ത് രസമാ കാട്ടിയത്. മാത്രം എനിക്ക് എന്ത് ഇഷ്ടം. എല്ലാരും പറഞ്ഞു ചിത്രം വരയ്ക്കും. എനിക്ക് അവിടെ കമ്പനി കൂടെ നല്ല ആളാ. എനിക്ക് ഈ നിമിഷം മാത്രം മതി.